ചെന്നപ്പോ കഥ കഴിഞ്ഞെന്നല്ലേ ഞാൻ വിചാരിച്ചേ. പിന്നല്ലേ പുതിയ ആളുടെ വരവ്. അവിടുന്ന് അങ്ങോട്ട് എന്താ രസം, ആട്ടിയും പിടിയും പടം കഴിഞ്ഞ് ലൈറ്റ് ഇട്ടപ്പോഴും എനിക്ക് തീർന്നൊന്നും മനസ്സിലായില്ല. നീ ഇങ്ങോട്ടൊന്ന് നോക്കടാ. രാത്രി 12 വരെ ദിവസവും ഉറങ്ങാതെ കുത്തിയിരുന്ന് ശീലമായി പോയതുകൊണ്ടേ ഇപ്പൊ രാത്രി ഉറക്കം വരുന്നില്ല. ഒരു കാര്യം ചെയ്, നീ ഇങ്ങോട്ടൊന്ന് വാ. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി, ഞങ്ങൾ ഉറങ്ങട്ടെ അച്ഛൻ. അച്ഛനല്ലടാ വിളിക്കുന്നത്. നിന്റെ അനിയനാണെങ്കിൽ സന്ധ്യ ആയപ്പോ പോത്ത് പോലെ ഉറക്കമായി. നീ ഒരു 5 മിനിറ്റ് ഇവിടെ വന്നിരിക്കടാ. അങ്ങോട്ടിരിക്ക. നിങ്ങൾ കണ്ട സിനിമയുടെ കഥയൊന്ന് പറഞ്ഞേ. അയ്യോ, കഥ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഥയാ. അതല്ല, കഥാ ചുരുക്കം അതെന്താന്ന് പറഞ്ഞു. ചുരുക്കി പറയാൻ പറഞ്ഞ ഇത്രയും വലിയ കഥയൊക്കെ ചുരുക്കി പറയുന്നത്. ചുരുക്കി പറഞ്ഞ ഇപ്പം അതായത് പിന്നെ ഒരു വലിയ വീട്. ചേട്ടാ, കുളിക്കാൻ വെള്ളം എടുത്തു വെക്കണോ? അയ്യോ വേണം. ആ, ഒരു വലിയ വീട്. ഈ വലിയ വീടെന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ വലിയ വീടൊന്നും അല്ല, ഒരു സാധാരണ വീട്. അവിടെ പിന്നെ ഒരച്ഛനും മോൻ. ഈ മോനാണ് നമ്മുടെ ഹീറോ. അച്ഛനാണെങ്കിൽ ഭയങ്കര ബോറനാണ്. മകനാണെങ്കിൽ ഒരു വലിയ കലാകാരനാണെന്നുള്ള ആഗ്രഹം. ഈ തന്തപ്പടിയാണ് ഒന്നും തൊട്ട് സമ്മതിക്കില്ല. ഇത് നീ എനിക്കിട്ട് വെക്കുകയാണോ അതോ സിനിമയിലുള്ളതാണോ? അയ്യോ, അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞ്? ഇവിടെ നടക്കുന്ന കഥ വേറെ, സിനിമയിലെ കഥ വേറെ. ആ, തന്ത സമ്മതിക്കുന്നില്ല. എന്നിട്ടെന്താ, അങ്ങനെ നമ്മുടെ ഈ മകൻ വലിയ കലാകാരനായി. വലിയ കലാകാരൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരൻ. അതൊന്നും നമ്മുടെ തന്തപ്പടിക്ക് ഇഷ്ടമായിട്ടില്ല. ഉറക്കം വരുന്നില്ലേ? ഉറങ്ങുന്നതിന് മുൻപ് ഗുളിക കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഗുളിക പിന്നെ കഴിക്കാം. ബാക്കിയൂടെ പറ. അവിടെ ഇരി. ഭാഗ്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പം സഹികെട്ട് ഒരു ദിവസം മോൻ തന്ത അങ്ങ് കാച്ചി. അത്ര ആകെ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ എടുത്തിയാടി മണ്ടത്തരങ്ങൾ കാണിച്ചേ? ഞാൻ പെടുന്ന പാടെ എനിക്കല്ലേ അറിയാവൂ. ചേട്ടനല്ലേ പറഞ്ഞത് കല്യാണം കഴിക്കുകയാണെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിക്കണം. തന്തയും തള്ളയും പറയുന്നത് കേട്ടാ റോട്ടിലാവുന്നൊക്കെ. അത് ഞാൻ എന്റെ അപ്പോഴത്തെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞല്ലേ. ആ, എന്നാലേ ചേട്ടന്റെ അറിവില്ലായ്മ കൊണ്ട് ഇപ്പൊ സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയെ വാടകയ്ക്ക് താമസിപ്പിച്ചിട്ട് റോട്ടിൽ കിടക്കേണ്ട ഗതികേടാ എനിക്കിപ്പോ. മനസ്സമാധാനത്തിൽ എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുമോ? എന്നാ നീ ഒരു കാര്യം ചെയ്യും, വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് മാറും. അതെങ്ങനെ? അവള് സമ്മതിക്കണ്ടേ? പരിചയപ്പെടുത്താവുമ്പോ ഞാൻ വരാൽപ്പം വൈകിയാലും കൂട്ടിനാളുണ്ടാവും എന്നൊക്കെയാണ് അവളുടെ ന്യായങ്ങള്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കൊന്നും അറിയണ്ട. അവളെ വീട്ടിന് പുറത്തിറക്കി തരുന്ന ജോലി ചേട്ടന്റെ. ഒരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും പുറത്തിറങ്ങിയിട്ട് വീടിന് ബോംബ് വെക്കാം. വേണ്ട വേണ്ട വേണ്ട, ബോംബ് വേണ്ട. റോഷിനിയെ വീട്ടിൽ നിന്നും പുറത്താക്കണം. ശൈലജ കുളിക്കാണോ? അതെ. അയ്യോ, ധൃതിയില്ല. നല്ലപോലെ സമയമെടുത്ത് വൃത്തിയായിട്ട് കുളിച്ചിട്ട് വന്നാൽ മതി. നല്ല ഉറക്കം. ഈശ്വരാ, മോനെ എന്തോ ഒന്നിങ്ങി വന്നേ. ഇത് ഉണങ്ങാനേ ഒന്ന് ആറ്റിറച്ചി കൊണ്ടുവന്ന് വെക്കേ. എന്താ ഇത്? അല്ല, ഇത് ഒന്ന് ഉണക്കാൻ. ഇനി തരും, ഞാൻ വെച്ചേക്കാം. താങ്ക്സ്. അല്ല, ഹസ്ബൻഡ് ഓഫീസിൽ പോയിരിക്കാ? അതെ. ചേട്ടാ, എന്റെ ആഭരണങ്ങളൊന്നും കാണുന്നില്ല. അയ്യോ ചേട്ടാ. എന്താ മോളെ, എന്താ കാര്യം? അമ്മേ, ഞാൻ കുളിക്കാൻ പോയപ്പോ മുറിയിൽ ഊരി വെച്ച ആഭരണങ്ങൾ ഒന്നും കാണാനില്ല. നീ വെച്ചെടുത്ത് ഒന്നുകൂടെ ഒന്ന് ശരിക്കും നോക്ക്. അമ്മ എല്ലായിടത്തും നോക്കി.
ഇന്നും കാണുന്നില്ല. എടാ അവളുടെ ആവണ നിന്റെ അടുത്ത് പോയി. എന്തൊരു ഉറക്കമാണ്. മോളുടെ ആവണങ്ങൾ കാണാനില്ലെന്നേ. അവളെ എവിടെയെങ്കിലും കാണുവടി. എന്നാ ഇത് വെച്ച് നോക്ക്. അവള് വെച്ച സ്ഥലത്തൊക്കെ നോക്കി ഒരിടത്തും കാണാനില്ല. പിന്നെ എവിടെ പോകാനാ? എന്താടാ ഭാര്യയുടെ സ്വർണം കാണാനില്ല. ഇപ്പൊ നിന്റെ മുഖത്ത് ഒരു വിഷമവും ഇല്ലല്ലോ. ഞാൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മോട്ടിച്ച ആളെ എനിക്കറിയാം, ഈ വീട്ടിലുണ്ട്. ആരാ മോനെ? ഇവരുടെ കൂട്ടുകാരി രോഷിനി. അയ്യോ, രോഷിനെ പറ്റി ചേട്ടൻ വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാവില്ല. അമ്മേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവള് പതുങ്ങി ഇതിനകത്തോട്ട് കയറിപ്പോയി. എനിക്കൊരു സംശയം തോന്നിച്ചെന്ന് നോക്കുമ്പോ അവൾ അലമാര തുറന്ന് കുറെ സാധനങ്ങൾ എടുത്ത് ബാഗിനകത്തിട്ട് ഇതുവഴി ഇറങ്ങി മേലോട്ട് ഒറ്റ ഓട്ടം. മഹാഭാവം പറയരുത്. ഞാൻ കാണിച്ചു തരാം. എന്തോടാ വാ, ഞാൻ തെളിയിച്ചു തരാം. അങ്ങനെ വിട്ടാലേ എന്താണ് ഇത്? എന്താ ഇത്? എനിക്ക് നിങ്ങളുടെ വാലന്റി ബാഗ് പരിശോധിക്കണം. എന്തിന്? ആവശ്യമുണ്ടായിട്ട്. ഇവരുടെ ആഭരണങ്ങളൊന്നും കാണാനില്ല. ആഭരണം കാണാത്തിൽ എന്റെ ബാഗ് എന്തിനാ പരിശോധിക്കുന്നത്? ഇപ്പൊ തെളിയിച്ചു. ഭയങ്കരി, സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? നിങ്ങൾ കൊണ്ട് വെച്ചിട്ട് ഈ നിമിഷം അവിടെ നിറയിക്കൊള്ളണം. എല്ലാം ഉണ്ടോ നോക്കുമോനെ? ശൈലു, എനിക്കൊന്നും പറയാനില്ല. ശൈലജ കൂട്ടുകാരത്തെ അതുകൊണ്ട് പോലീസിനെ അറിയിക്കുന്നില്ല. വേഗം അറിയിക്കണം. ആലോചിക്കുന്നു വേണ്ട, ഇപ്പൊ അറിയിക്കൊള്ളണം. ഇപ്പൊ അറിയണം. കിട്ടിയോ? എന്താ? അതെ, നീ ഇപ്പൊ അറിയണ്ട. വാ, നീ ഇവിടെ നിന്നാ മതി. എന്താ ഇതെന്തൊന്ന് കാക്ക കുളിയോ? കുളിക്കുമ്പോ നന്നായിട്ട് വൃത്തിയായിട്ട് വേണ്ട കുളിക്കാൻ. ഞാൻ വൃത്തിയായിട്ട് തന്നെയാ കുളിച്ചത്. പരിപാടിയെല്ലാം പൊളിച്ചല്ലേ. എന്താ? നീ ഒരു ചായ ഇട്ടുണ്ടോ? വേവാട്ടെ. അയ്യോ, ഊണ് കഴിക്കാൻ സമയമായല്ലോ. തലവേദന, ഭയങ്കര തലവേദന. ഒന്ന് സ്ട്രോങ് ആയിട്ട് വേവാട്ടെ. വേഗം പറഞ്ഞാൽ നല്ലൊരു സമയമെടുത്ത് വൃത്തിയായിട്ടാ മതി കേട്ടോ. എവിടെ കൊണ്ടുപോയി? പഞ്ചസാര കുറച്ച് മതിയോ? നീ എങ്ങനെ വേണം ഇട്ടോണ്ട് പോവാ. ഈ മൂക്കിൽ എവിടെ പോയി കിടക്കുന്നു? ഈ സമയത്ത് ഇവിടെ ഒന്ന് ഉറങ്ങേണ്ടതാണല്ലോ. അമ്മ ഇതെവിടെ പോയി? അയ്യോ, എന്റെ കാല്. നീ എന്താ ഉറങ്ങാൻ തപ്പുന്നത്? ഇതേ ഞാൻ തുടങ്ങിട്ട് വരാം. അയ്യോ, അത് ഞാൻ ഉണക്കിയതാ. ഉച്ചയ്ക്ക് വറക്കാൻ വെച്ചിരിക്കുക. ഉണക്ക് പോരാ, അതേ കണ്ടില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇതവിടെ വെക്ക്. ഈ വീട്ടുകാര്യങ്ങളെ കുറച്ചൊക്കെ ആണുങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു കുറച്ചിലും വരാനില്ല. ഞാൻ തുടങ്ങിട്ട് വരാം. ഇതിന് എന്ത് പറ്റി? ആ, നന്നാവാനുള്ള ലക്ഷണമായിരിക്കും. എന്റെ ഈശ്വര, എങ്ങോട്ടാടാ മുഖം മുക്കി പിടിച്ച്? ഉണക്കാൻ മോളില്. നീ നന്നാകത്തില്ലടാ. പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണി പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം. എന്താ? ഉണക്കാൻ കൊണ്ടുവച്ചോളൂ. ഞാൻ വെക്കണം. വച്ചോളൂ. അയ്യോ, അയ്യോ, ഇതെന്ത് പറ്റി? ഇത് കയ്യും താഴെ പോയി. സാരമില്ല, അവിടെ വെച്ചോളൂ. ഞാൻ പെറുക്കി വെച്ചോളാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിന്റെ മാലയും വളയൊക്കെ എവിടെ? കുളിക്കാൻ പോയപ്പോ ഊരി വെച്ചു. നീ ഇങ്ങനെ ഒഴിഞ്ഞ കയ്യും കഴുത്തോടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. വേഗം പോയി എടുത്തിട്ട് ചെല്ലേ.
സുഭദ്രേ കുടിക്കാൻ കുറച്ച് വെള്ളം. ചായ വേണോ? ചായ ചായ വേണ്ട വേണ്ട, എനിക്ക് ഇന്നെ പോലെ ഭ്രാന്തില്ല ഉച്ചക്ക് ചായ കുടിക്കാൻ. ചേട്ടാ 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 ചേട്ടാ, എന്റെ ആഭരണങ്ങൾ കാണുന്നില്ല. നിന്റെ ആഭരണങ്ങൾ എവിടെ പോയി? ഞാൻ കുളിക്കാൻ പോയപ്പോ അവിടെ ഊരി വെച്ചതാ. ഇപ്പൊ പോയി നോക്കി കാണുന്നില്ല. നീ അവിടെ ശരിക്കും നോക്ക്. അയ്യോ അമ്മേ, എല്ലായിടത്തും നോക്കി, എങ്ങും കാണുന്നില്ല. കള്ളം കപ്പലിൽ തന്നെ ഉണ്ട്. നീ ആരെ ഉദ്ദേശിച്ച? രോഷിനി. രോഷിനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കത്തില്ലെന്ന്. അമ്മേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവള് നേരെ അകത്തോട്ട് കയറി പോണു. ഒരു ചെറിയ സംശയം തോന്നി ഞാൻ ചെന്ന് നോക്കുമ്പോ ഇവള് അലമാരി തുറന്ന് ഏതാണ്ടൊക്കെ എടുത്ത് ഇതുവഴി ഒരൊറ്റ ഓട്ടം. ഞാൻ പതുങ്ങി പുറകെ ചെല്ലുമ്പോ അവള് തലയണക്കകത്തോട്ട് ഏതൊക്കെ തുറച്ച് കയറ്റുന്നു. നീ കണ്ട മോനെ? പിന്നെ ഞാൻ കണ്ടില്ലേ, ഞാൻ കഴിയാതെ പിടിച്ചേനെ. പക്ഷെ നിങ്ങൾ നേരി കണ്ട് വിശ്വസിക്കട്ടെന്ന് വിചാരിച്ചാണ് അപ്പൊ ഞാൻ മിണ്ടാണ്ടിരുന്നതും ഇവളോട് ആവറിട്ടോട് വരാൻ പറഞ്ഞതും. ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ, മതി വെള്ളം കുടിച്ചത്. ഇങ്ങോട്ട് ചേട്ടാ, ഇങ്ങോട്ട് വന്നാട്ടെ, ഇങ്ങോട്ട് വാ. ആഹാ, അല്ലേ എന്ത് പറ്റി? എന്താണ് മോനെ? അയ്യോ, കാണുന്നില്ലല്ലോ. ഇന്നലെ കൊണ്ട് വെച്ച പോലെ പറയുന്നേ. ആ ടൈഗർക്ക് ഫോൺ ചെയ്യാം. ആരാ ടൈഗർ? പോലീസ് പട്ടി. അയ്യോ, നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ട് പോലീസ് പട്ടിയെ കൊണ്ടൊന്ന് മണപ്പിക്കണോ? വേണം. എന്നെ കുറിച്ചുള്ള ആരോപണം മാറ്റിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ അല്ല, വിളിക്കാം. അത് നമുക്കൊന്നും ഞാൻ പറയുന്ന കേക്ക്.